അത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതും അതുപോലെ തന്നെ വളരെയധികം സന്തോഷം ഉളവാക്കുന്നതുമായ ഒരു വാർത്ത തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. അതേ, നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി ബിഗ് ബോസിലോട്ട് നമ്മൾ കയറ്റിവിട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും നഴ്സും ഒപ്പം തന്നെ ബാർ നർത്തകിയും സർവോപരി നമ്മുടെ എല്ലാം പ്രിയ താരവുമായ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണെന്ന്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, രേണു സുധി ബിഗ് ബോസിൽ നിന്നും പകുതി വെച്ച് ബിഗ് ബോസ് ഗെയിം ഉപേക്ഷിച്ചിറങ്ങി വന്നപ്പോൾ താരത്തിന്റെ താര പദവി ഇടിഞ്ഞു. ഇനി താരത്തിന് ഒരു ഉയർച്ചയില്ല എന്നുള്ള രീതിയിൽ ഹേറ്റേഴ്സ് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുകയും താരത്തിന് പറ്റിയ ആ ഒരു അമളിയിൽ ഒരുപാട് പേര് താരത്തെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? ബിഗ് ബോസിൽ വിന്നറായ അനുമോൾക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള ആ ഒരു സോഷ്യൽ മീഡിയ കവറേജ്, ആ ഒരു താര പദവി. ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് കാണാം. അനുമോൾ എയർപോർട്ടിൽ നിന്നും ദുബായിൽ നിന്നും വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ജസ്റ്റ് ഒന്ന് കാണാം. അതായത് അനുമോൾ നമുക്കറിയാം ഏറെ ജനപ്രീതിയുള്ള നമ്മൾ നെഞ്ചിലേറ്റ് കലാകാരി തന്നെയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ വലിയ രീതിയിൽ ആളുകളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി 1-2 കള്ളകുമാറുകൾ മാത്രമാണ് ഉള്ളത്. അടുത്തേക്കുന്ന ചേച്ചിക്ക് അനുമോളാണെന്ന് മനസ്സിലായിട്ടുകൂടിയില്ല. എന്നാൽ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ അവസ്ഥ അതല്ല. പ്രമുഖ താരത്തിനോടൊപ്പം എയർപോർട്ടിൽ മാത്രമല്ല, താരത്തിന്റെ വീട്ടിലടക്കം സദാസമയവും നിരവധി ആളുകൾ താരത്തിന്റെ വീഡിയോ കവറേജ്, അതായത് താരത്തിന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതേ, തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് താരം കാലെടുത്ത് വെക്കുന്നു. താരം നടന്നു വരികയാണ്. താരം മാത്രമല്ല, താരത്തിന്റെ പിന്നണിയിൽ ചില ആളുകളുണ്ട്. താരത്തിന് എന്തൊക്കെയോ വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട്. എന്താണ്? രേണുവിന്റെ ജീവിതത്തിൽ ഒരു മാറില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കള്ളത്തരം ഉണ്ടെന്ന് പറയാം. കള്ളത്തരം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞാൽ ഇവിടെ നിന്ന് മേടിച്ചതാ. ഏറ്റവും കൂടുതൽ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാവരും ജീവിതം അറിയുന്നത്. അതിലും കൂടുതൽ ജീവിതം അവളത് ഇഷ്ടപ്പെട്ടെടുത്തത്. അപ്പോഴാണ് ഞാനും എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഒരുപോലെ പറഞ്ഞിട്ടാന്ന് കണ്ടാ തോന്നൂലേ പറഞ്ഞിട്ടല്ല. വണ്ടിക്ക് എന്തിനാ പേരിടുന്നത്? വണ്ടിക്ക് ഒരു പേരുണ്ടല്ലോ, സ്വിഫ്റ്റ് എന്ന്. സുവിച്ചാന്റെ പേരെന്തിനാ ഇടുന്നത്? കമ്പനിക്കാർ വഴക്ക് പറയത്തില്ല നമ്മളങ്ങനെ. ഈ ഒരു വീഡിയോ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സാധാരണഗതിയിൽ താരം നടന്നു വരുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ല. അതായത് വലിയ രീതിയിൽ ഒരു വിജയം കൈവരിച്ച താൻ എന്തോ നേടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് നെഞ്ച് വിരിച്ചാണ് താരം നടന്നു വരുന്നത്. താരത്തിന് വലിയ കോൺഫിഡൻസ് ആയിരിക്കുന്നു. എങ്ങോട്ടാണ് താരം പോകുന്നതെന്ന് ചോദിച്ചാൽ, അതേ, താരം പുതുതായി ബുക്ക് ചെയ്ത റെഡി ക്യാഷിന് ബുക്ക് ചെയ്ത സ്വിഫ്റ്റ് കാറ് 8.5 ലക്ഷം രൂപ മുടക്കി താരം സ്വിഫ്റ്റ് കാറ് ബുക്ക് ചെയ്തിരിക്കുന്നു. അതെടുക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ താരം കാറുമായി നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി താരം കാർ വാങ്ങുന്നു, കിച്ചണിന് വേണ്ടി കാർ വാങ്ങി എന്നുള്ള രീതിയിൽ താരത്തെ കളിയാക്കിക്കൊണ്ട് ഇകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ AI ചിത്രം പ്രചരിച്ചിരുന്നു. അത്തരം പ്രചാരണം നടത്തിയവർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് താരം നൽകിയിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല, നാട്ടുകാരൊന്നും കണ്ടേ കേട്ടോ. ഞങ്ങൾ അടിച്ച് പിരിഞ്ചു എന്നൊക്കെ പറഞ്ഞു. ഇതെന്റെ മൂത്ത മോൻ. മൂത്ത മകന്റെ കൂടെ മൂത്ത മകന്റെ കാറിൽ രേണു കാർ എടുക്കാൻ പോകും അല്ലേ? ഇവിടെ കയറാൻ ഒരു മിനിറ്റ്. എടി, ഇത് എന്നാ ചെയ്യോടി? വന്നോളൂല്ലോ. വാ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് പിള്ളേരെല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ കിച്ചു? അപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി. അവനെ ഞാൻ നോക്കുന്നില്ല. അവനെ നോക്കുന്നുണ്ടോ? നോക്കണം. ഞാൻ നോക്കുന്നുണ്ടോ അവന്? അത് മൂത്ത മോന്റെ കാറില്. ഇത് മൂത്ത മോന്റെ കാറ്. ഇനി എടുക്കാൻ പോന്ന നമ്മുടെ കാറല്ലേ? ഋതപ്പന് ഇഷ്ടമാണോ സ്വിഫ്റ്റ് എടുത്തത്? വിളിക്കുന്നു. കാറ്റ പറ.
അതേ പ്രമുഖ താരത്തെ ഇകഴ്ത്താൻ വേണ്ടി കിച്ചുവുമായി താരം പിരിഞ്ഞു, കിച്ചുവിനെ താരം നോക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. കിച്ചുമൊത്ത് കിച്ചുവിന്റെ കാറിൽ താരം തന്റെ കാർ എടുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താരത്തെ വിമർശിച്ചവരുടെ അവസ്ഥ ഏറെ ദയനീയം തന്നെയാണ്. അങ്ങനൊന്നുമില്ല, എനിക്കങ്ങനെയൊന്നുമില്ല. നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കുന്നത് സന്തോഷം, അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വലിയ സംഭവമായിട്ട് മറ്റുള്ളവർ കാണത്തില്ലായിരുന്നു, എനിക്കും അങ്ങനെയൊന്നും കാണില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയാണ്. സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന അച്ചീവ്മെന്റ് തന്നെയാണോ? അതെ, മോൻ മേടിച്ചല്ലോ, അതൊന്നും മേടിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ട് കാണുന്നുമില്ല, ആരെ ഞാനിട്ട് അറിയിച്ചിട്ടുമില്ല വലിയ സംഭവം. സന്തോഷം. ഇന്നാണ് ഡെലിവറി അല്ലേ? അവര് തന്നെ എനിക്ക് ഒന്ന് പരസ്യം ഷോറൂം കാര്യം. ഈ ഒരു അവസരത്തിൽ താരത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അതേ സ്വന്തം അധ്വാനത്തിൽ ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങുന്ന താരം അത് കൊട്ടിഘോഷിക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും അറിയാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആരും അറിയാതെ അതീവ രഹസ്യ സ്വഭാവത്തിലൂടെ താരം കാറ് വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അതേ താരം കാറ് വാങ്ങി എന്നുള്ളത് വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാൻ താരം ആഗ്രഹിക്കുന്നില്ല. വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രക്രിയയായി താരം അതിനെ മാറ്റുന്നു. അതിൽ നിന്ന് തന്നെ താരത്തിന്റെ ആ ഒരു എളിമ നമുക്കറിയാം. പ്രമുഖ താരങ്ങൾ മമ്മൂട്ടിയും ദുൽഖറും ഉൾപ്പെടെയുള്ള ആളുകൾ കാറ് മേടിക്കുമ്പോൾ പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള പഹയന്മാര് കാറ് മേടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ട് കാറ് വാങ്ങി എന്ന് പറഞ്ഞ് ഇങ്ങനെ മെഴുകുന്ന നമുക്ക് കാണാം. ഇവിടെ പ്രമുഖ താരം ഒരു മനുഷ്യനെയും അറിയിക്കാതെയാണ് കാറ് വാങ്ങാൻ പോകുന്നത്. അതെ, അടുത്ത മാസം താരം പോളണ്ടിലേക്ക് വീണ്ടും വിദേശയാത്രയ്ക്ക് പോകുന്നു. നാളെ കോഴിക്കോട് ഉദ്ഘാടനമാണ്, മറ്റന്നാൾ തൃശ്ശൂര്, അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം, അങ്ങനെ എല്ലാ ജില്ലകളിലും. അതിനുശേഷം വിദേശയാത്രകൾ. താരത്തിന് ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്കിലേക്ക് താരം പോയിരിക്കുന്നു. മറ്റൊരു ബിഗ് ബോസ് താരത്തിനുമില്ലാത്ത, അനുമോൾക്കോ അനീഷിനോ ഒരാൾക്കുമില്ലാത്ത രീതിയിലുള്ള താരപദവി തന്നെ പ്രമുഖ താരത്തിന് കൈവന്നിരിക്കുന്നു. മുൻപും താരപദവിയുള്ള ആളായിരുന്നു, എന്നാൽ 10 മടങ്ങ് താരപദവി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഈ ഒരു അവസരത്തിൽ ഏറെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് താരത്തെ ഇകഴ്ത്താനും സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമാക്കാനും ശ്രമിച്ച പ്രമുഖ വ്യക്തികൾക്ക് തന്നെയാണ്. അതിലേറെ പ്രമുഖന് താരം തന്നെ പറയുന്നത് മറ്റാരുമല്ല, അതേ KTDC ഫിറോസ് എന്ന് പറയുന്ന ബിൽഡർ ഫിറോസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒട്ടിക്കരയുകയായിരിക്കാം ഒരുപക്ഷെ ബിൽഡർ ഫിറോസ്. KTDC ഫിറോസ് ഈ ഒരു അവസരത്തിൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആ ഒരു പകയനെ സംബന്ധിച്ച്. എനിവേ, എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? പ്രമുഖ നടിയുടെ ഈ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.